കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ കേൾവിക്കാർക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് രാവിലെ ഈ ദിവസം അറിയിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ ചില മിനിറ്റുകൾ ഈ മാധ്യമത്തിൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി വരുവാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവ അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പസമയം നമ്മുടെ ചിന്തയ്ക്കായിട്ട് യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വളരെ സുപരിചിതമായ 2 വേദഭാഗങ്ങളാണ്. വേദപുസ്തകത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പല വചനങ്ങളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വചനങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുവാൻ പോകുന്നത്. അതിപ്രകാരമാണ് യാക്കോബ് 5:17-18. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. എത്ര മനോഹരമായ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ രഹസ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനിടയായി തീർന്നു. അത് പ്രേക്ഷകരുടെ മുമ്പിൽ കാഴ്ചവെപ്പാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട്. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ വരുന്നവരുണ്ട്. നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്. തന്നെയല്ല, മറ്റുള്ളവരോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുന്നവരുണ്ട്. ചിലവര് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവമായിട്ടൊരു ബന്ധം ഒന്നും കാണത്തില്ല. അടുത്ത പ്രാവശ്യം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്കായിട്ട് അവർ ആവശ്യപ്പെടുകയും കടന്നു വരികയും ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ അനേക പ്രാർത്ഥനകൾ നമ്മൾക്ക് വായിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ളതായ ചില പ്രത്യേകതകൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെപ്പാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. എന്തുകൊണ്ടാണ് ഏലിയാവ്, ഈ പ്രവാചകൻ, പഴയ നിയമത്തിൽ ഒരു പ്രസിദ്ധനായ പ്രവാചകനായി തീരുകയും ദൈവത്തിൻ്റെ ഒരു വാഗ്മിയായി ശോഭിക്കുകയും ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്കും അത് പ്രയോജനമായിരിക്കും. ഈ വചനങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ, അത് ഒരു ഉത്തേജനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വീണ്ടും 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഈ 17-18 അധ്യായങ്ങളിൽ നിന്നാണ് ഞാൻ അല്പസമയം നിങ്ങളുടെ മുമ്പിൽ ഈ ചിന്തകൾ നിരത്തി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളിൽ 5 പ്രത്യേക കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. ഇതൊരു ക്വിക്ക് ഫിക്സ് എന്നുള്ള പ്രാർത്ഥനയായിരുന്നില്ല. ഒരു അഭേദ്യമായ കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പ്, നിരന്തരമായി ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ് എന്ന പ്രവാചകൻ. അത് നമ്മൾ വായിക്കണമെങ്കിൽ നോക്കിയാൽ മതി. അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വളരെ പ്രസക്തമായ ഒരു വേദഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, അടുത്ത വാചകം ശ്രദ്ധിക്കുക, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. എത്ര ശക്തമായ ഒരു പ്രസ്താവനയാണ് ഏലിയാവ് ആഹാബ് രാജാവിനോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാലത്ത് സേവിച്ചിരുന്ന എന്നല്ല, ഇനി ഞാൻ സേവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, ഞാൻ ഇപ്പോൾ കൺസിസ്റ്റൻ്റ്ലി കറൻ്റ്ലി ഐ എം സെർവിങ് ദിസ് ലോർഡ്. ഞാൻ അറിഞ്ഞ ഈ ദൈവത്തെ ഞാൻ ഇപ്പോഴും സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു പ്രാർത്ഥനയാണ് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. പ്രിയ പ്രേക്ഷകരെ, ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ദൈവമായിട്ടുള്ള ബന്ധം എത്രമാത്രം അഭേദ്യമായിരിക്കുന്നുവെന്ന് ഒന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ, പ്രാർത്ഥനയ്ക്കൊരു കൊഴുപ്പുണ്ടാകണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഒരു ബലമുണ്ടായി അതിന് ഉത്തരം യഥാർത്ഥമായി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ടായിരിക്കണം.
നമ്മുടെ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയായിരുന്നാലും നീണ്ട പ്രാർത്ഥനയായിരുന്നാലും അതല്ല വിഷയം. ചിലപ്പോൾ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതിയാകും, ചില വാക്കുകൾ പറഞ്ഞാൽ മതിയാകും, ഒരു ദീർഘശ്വാസം വിട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ മതിയാകും. ദൈവം പ്രാർത്ഥന കേൾക്കും. കാരണം എന്താണ്? നമ്മൾ കർത്താവിൽ വസിക്കുന്നതുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രസക്തമായ വചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുണ്ട്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്കും കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. കർത്താവിൽ പ്രിയരെ, എൻ്റെ ബന്ധം, നിങ്ങളുടെ ബന്ധം ദൈവവുമായിട്ട് എങ്ങനെയായിരിക്കുന്നു? നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ വരുന്നവരാണോ? അതോ നിരന്തരമായി ഏലിയാവിനെ പോലെ നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, എൻ്റെ പിതാക്കന്മാർ സേവിച്ച, ഞാൻ സേവിക്കുന്ന, എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, അല്ലെങ്കിൽ എൻ്റെ തലമുറകൾ സേവിപ്പാൻ ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പറയുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെങ്കിൽ എത്രമാത്രം ശക്തമായിരിക്കും. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു രഹസ്യം അതായിരുന്നു. അഭേദ്യമായ ബന്ധം ദൈവമായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോകട്ടെ. ആ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമ്മൾ വരുമ്പോൾ താൻ രണ്ടാമതായി ചെയ്ത ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, യഹോവയുടെ യാഗപീഠം അവൻ റിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ അതിനെ നന്നാക്കി എന്ന് വായിക്കുന്നുണ്ട്. യഹോവയുടെ യാഗപീഠം അത് പൊളിഞ്ഞ് ഇടിഞ്ഞു കിടന്ന ഒരു യാഗപീഠമായിരുന്നു. ഏലിയാവിൻ്റെ സമയമായപ്പോൾ അവിടെ ഈ ജാതീയ ദേവന്മാരെ സേവിക്കുന്ന ദൈവത്തിങ്കിൽ നിന്നും, ജീവനുള്ള ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയ ഒരു ഇസ്രായേൽ ജനത്തെയാണ് നമ്മൾ കാണുന്നത്. ബാലിൻ്റെ ദേവന്മാരെ ഒക്കെ, ബാൽ ദേവനെ സേവിക്കുന്ന മറ്റനേക വിഗ്രഹങ്ങളെ സേവിക്കുന്ന ജനമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു പിന്മാറ്റപ്പെട്ട ജനത്തിൻ്റെ മധ്യത്തിലാണ് ഏലിയാവ് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ യാഗപീഠം ഒന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. യാഗപീഠമൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്. അത് ചിലപ്പോൾ ആരും പരിചരിക്കാതിരുന്നത് കൊണ്ട്, അവിടെ യാഗങ്ങൾ നിരന്തരമായി നടക്കാതിരുന്നതുകൊണ്ട് ശത്രു കയറി ആക്രമിച്ച് അതെല്ലാം, അതിലെ കല്ലുകളെല്ലാം മാറിക്കിടന്നായിരിക്കാം. പക്ഷേ നമ്മൾ നോക്കുക, അവൻ യാഗപീഠം അവൻ നന്നാക്കി എന്ന് വായിക്കുന്നുണ്ട്. 30-ാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കട്ടെ. ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നമ്മുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണോ അതോ നന്നായിട്ടുള്ള നിലയിൽ നിൽക്കുകയാണോ എന്ന് ചിന്തിക്കുന്ന കൊള്ളാം. യാഗപീഠം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത്, ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന യാഗങ്ങൾ, ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്തോത്രയാഗങ്ങൾ, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവങ്ങൾ, അത് ഇടിഞ്ഞു കിടക്കുന്ന ഒരു അനുഭവമാണോ? തന്നെയല്ല, കല്ലുകൾ തമ്മിൽ ഒന്നിച്ച് നിൽക്കുവാൻ കഴിയാതെ കല്ലുകൾ തമ്മിൽ അകന്നിരിക്കുന്ന അനുഭവമാണോ എന്നും നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ രണ്ടാമതായി ഞാൻ പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്ന കാര്യം 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏലിയാവ് യാഗപീഠം, യഹോവയുടെ യാഗപീഠം അതിനെ നന്നാക്കി. ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം. ദൈവമക്കളെ, പ്രിയ കേൾവിക്കാരെ, നമ്മുടെ യാഗപീഠം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എല്ലാം സമർപ്പിക്കുന്ന ഒരിടമാണ് യാഗപീഠം എന്ന് പറയുന്നത്. ആ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണോ, പൊളിഞ്ഞു കിടക്കുകയാണോ, അതിൻ്റെ കല്ലുകളൊക്കെ മാറിക്കിടക്കുകയാണോ എന്ന് ഒന്ന് പരിശോധിക്കാൻ നല്ലതായിരിക്കും. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ദൈവം അതിന് ഇൻസ്റ്റൻ്റായിട്ട് ഉത്തരം കൊടുക്കുവാൻ ഒരു കാരണം ഞാൻ വിശ്വസിക്കുന്നത്, അവനെ തന്നെയും അവൻ്റെ ജനത്തെയും അന്നത്തെ പരിസ്ഥിതിയെയും ഒന്ന് കാണുവാൻ ഇടയായി തീർന്നു. ജനത്തിൻ്റെ തിരസ്കരണം, ദൈവത്തോടുള്ള തിരസ്കരണം, ദൈവവചനത്തോടുള്ളതായ ആ സമീപനം, അതൊക്കെ വളരെ വളരെ ദൈവത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തിയ സമീപനമാണ് കാണുന്നത്. അപ്പോൾ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിയുവാൻ അവൻ എന്ത് ചെയ്തു? ഞാൻ വിചാരിക്കുന്നു കല്ലുകളൊക്കെ അകന്നകന്ന് കിടന്നത് അവനിടത്തെല്ലാം പാകമാക്കി ഒരു ലെവലാക്കി തീർത്തു. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികളുമായിട്ട് അകന്നിരിക്കുന്ന അനുഭവങ്ങൾ,
ചേർന്നിരിക്കുവാൻ കഴിയാത്ത ചില കല്ലുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നിച്ച് ചേർത്ത് വെക്കുവാൻ ഇന്ന് ഈ സമയത്ത് നിങ്ങൾ തീരുമാനമെടുക്കണം. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി വരുന്നില്ല? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നില്ല? പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ഒരു വീണ്ടും ഒരു ആവശ്യബോധം എനിക്ക് വീണ്ടും കിടക്കുന്നതിൻ്റെ കാര്യവും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് മാറണമെങ്കിൽ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പുനഃസ്ഥാപിക്കണം. ദൈവമായിട്ടുള്ള ബന്ധം, ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയുണ്ടായി, ഏലിയാവ് പുനഃസ്ഥാപിക്കുകയല്ല, അത് നിരന്തരമായി കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. രണ്ടാമതായി അവൻ ചെയ്തത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ, അതായത് ഈ കല്ലുകൾ ഉത്ബോധിപ്പിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ 12 ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ 12 കല്ലുകൾ. ആ കല്ലുകളെല്ലാം കൂടെ അടുപ്പിച്ചു വെച്ചു വായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നോട്ട് ചെയ്യണം. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാർ ഉണ്ടാക്കിയ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. അത് തങ്ങൾ ഉണ്ടാക്കിയ യാഗപീഠം എന്ന് വായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഏലിയാവിൻ്റെ ശ്രദ്ധ ആൻഡ് ഫോക്കസ് എന്താണ് ചോദിച്ചാൽ യഹോവയുടെ യാഗപീഠമായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന യാഗപീഠങ്ങൾ അത് നമ്മളുടെ കാര്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ യഹോവയുടെ യാഗപീഠത്തിന് ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്, ദൈവത്തിൻ്റെ അധികാരം അതിന്മേലുണ്ട്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പർപ്പസ് അതിന്മേലുണ്ട്. അതുകൊണ്ട് യഹോവയുടെ യാഗപീഠം അവൻ പുതുക്കി പണിതു. ഇടിഞ്ഞു കിടന്നതിനെ പുതുക്കി പണിയുമ്പോൾ, നിരക്കാത്തതിനെ നിരപ്പിക്കുമ്പോൾ, ഒന്നിച്ച് ചേരാത്തതിനെ ഒന്നിച്ച് ചേർക്കുമ്പോൾ ദൈവത്തിൻ്റെ തീ അവിടെ വീഴുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ മക്കളെ, എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഈ വേദപുസ്തകത്തിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് വായിക്കുന്നത്. നല്ല ഒരു പാറ്റേണായി തീരുവാൻ നിങ്ങൾക്കും എനിക്കും ഇടയാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 35 വരെ വായിക്കുമ്പോൾ കർമ്മേൽ പർവ്വതത്തിൽ നടന്ന മറ്റ് ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും 2 സയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോട് ഉണ്ടാക്കി. അടുത്തത് 33-ാം വാക്യം: പിന്നെ അവൻ വിറക് അടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിനെന്ന് അവൻ പറഞ്ഞു. വീണ്ടും വായിക്കുമ്പോൾ അവർ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിൻ്റെ ശേഷം 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ എന്നവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യം ചെയ്തു. വെള്ളം യാഗപീഠത്തിന് ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രാർത്ഥനയ്ക്കുള്ള 3-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏലിയാവ് നിറഞ്ഞ വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിച്ചത്. He removed all his doubts and anxieties. അവന് യാതൊരു ആശങ്കയുമില്ലാതെയാണ് ഏലിയാവ് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. യാഗപീഠം ഉണ്ടാക്കി, കാളയെ അറുത്തു, അതിൻ്റെ മേൽ യാഗവസ്തു വെച്ചു. എന്നിട്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്ന തീ കൊണ്ടാണല്ലോ ദഹിപ്പിക്കേണ്ടത്. ഇവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു തീ വരുമെന്നുള്ള വിശ്വാസം ഏലിയാവിന് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഈ കാട്ടുതീയോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന തീയോ എങ്ങനെയെങ്കിലും തീ വന്ന് ഈ യാഗപീഠത്തെ ദഹിപ്പിച്ചാൽ മതി ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയോടെ ഒക്കെ നമ്മളിരിക്കും. പക്ഷെങ്കിൽ ആ ആങ്സൈറ്റിയും ആകാംക്ഷയും എല്ലാം അവിശ്വാസവും എല്ലാം നീക്കിക്കൊണ്ട് യാഗപീഠത്തിന്മേൽ വെള്ളമൊഴിച്ചു, യാഗവസ്തുവിന്മേൽ വെള്ളമൊഴിച്ചു, അതിന് ചുറ്റുമുള്ള ട്രെഞ്ച്, ആ തോട്ടിനകത്തും വെള്ളമൊഴിച്ചു. അവിടെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു പോസിബിലിറ്റിയും ഇല്ല ഒരു തീ അവിടെ ഉണ്ടാകുവാൻ. മനുഷ്യൻ കൊണ്ട് തീ കത്തിച്ചാലും തീ കത്തുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു രീതിയിലാണ് ആ യാഗപീഠവും യാഗവസ്തുവുമായിരിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നു ഏലിയാവിൻ്റെ വിശ്വാസം, നിറഞ്ഞ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, നീതിമാന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരണമെങ്കിൽ, പ്രാർത്ഥനയിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നൽകി തരണമെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടണമെങ്കിൽ നിറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇതുവരെ സാധിക്കാത്ത ചില കാര്യങ്ങൾ, നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ,
നമ്മൾ എത്തുവാൻ ചെല്ലാത്ത ചില സ്ഥലങ്ങൾ, ചില ഇടങ്ങൾ നമ്മുടെ സന്നിധിയിൽ, നമ്മുടെ ദൃഷ്ടിയിൽ അത് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അവിശ്വാസത്തോടെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ഈ യാഗപീഠത്തിൽ തീ വീഴുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആവേശം ഒന്നും ഉണ്ടാകാതെ ദൈവസന്നിധിയിൽ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും എന്നുള്ള ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കൂ. ദൈവം നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. 4-ാമത്തെ വിഷയത്തിലേക്ക് കിടക്കട്ടെ. അതിൻ്റെ 36-ാമത്തെ വാക്യം, 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു. ഇനി ഒരു പ്രാർത്ഥന തുടങ്ങിയാണ്. ഒരു നീണ്ട പ്രാർത്ഥനയല്ല നമ്മളിവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ, യാഗപീഠമൊക്കെ അതിനെ നന്നാക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മാത്രമല്ല നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധമൊക്കെ സ്ഥാപിച്ച് നിറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ വലിയ ദീർഘമായ ഒരു പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അത് വിശ്വാസത്തോടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് 36-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 4-ാമത്തെ കാര്യം ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. ദ സോവറൻറ്റി, ദ സുപ്രീമസി ഓഫ് ഗോഡ് എബവ് എവറിത്തിങ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല, നമ്മളുടെ ഇഷ്ടമല്ല, നമ്മളുടെ ഡിസൈനല്ല. ദൈവമേ, നിനക്ക് മഹത്വം വരുവാൻ, നിന്റെ നാമം ഇസ്രായേലിൽ പ്രസിദ്ധമാകുവാൻ, ഇസ്രായേലിൽ നീ മാത്രം ദൈവമെന്ന് ഈ ജനം അറിയേണ്ടതിന്. അവിടെ നിൽക്കുന്ന ജനം ഒരു 95% ദൈവത്തെ വിശ്വാസമില്ലാത്തവരാണ്, ജീവനുള്ള ദൈവത്തെ വിശ്വാസമില്ലാത്തവരാണ്. എന്നാൽ ഈ ജനം അറിയണം, ഇസ്രായേലിൽ നീ മാത്രമാണ് ദൈവം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നമുക്ക് ഗ്ലോറി കിട്ടണം, എൻ്റെ പേര് അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം വന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചില ഉത്തരങ്ങൾ ലഭിച്ചു, ഞാനാണ് പ്രാർത്ഥിച്ചത്. അവിടെ ഞാൻ എന്നുള്ള ഭാവം പലപ്പോഴും വിശ്വാസികൾക്ക് പോലും ഉണ്ടാകുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെങ്കിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ അവിടെ ഞാൻ എന്നുള്ള ഒരു പദം നമ്മൾ കാണുന്നില്ല. അവിടെ ഒരു പദം മാത്രം, ഞാൻ നിന്റെ ദാസൻ എന്ന് മാത്രം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം വായിക്കുന്നുണ്ട് സുപ്രീമസി ഓഫ് ഗോഡ് ഓൾമൈറ്റി. ദൈവത്തിൻ്റെ പരമാധികാരത്തിലും അവൻ്റെ സുപ്രീം അതോറിറ്റിയിലും വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഏലിയാവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആ വാക്ക് വീണ്ടും വായിക്കട്ടെ. അവൻ പറഞ്ഞു, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ. ഒരു കണക്ഷൻ വെച്ചുകൊണ്ടാണ്, റിലേഷൻഷിപ്പ് സ്ഥാപിച്ചുകൊണ്ടാണ്. ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് സേവിച്ച ദൈവത്തെ ഈ ജനം ഒരു കാലത്ത് സേവിച്ചിരുന്നതാണ്, ഇസ്രായേൽ ജനം. പക്ഷെങ്കിൽ അവർ വിഗ്രഹങ്ങളുടെ പിറകെ പോയി, ലോകത്തിൻ്റെ പിന്നാലെ പോയി, ജീവനുള്ള ദൈവത്തെ മറന്നുപോയ അനുഭവമായപ്പോൾ ഏലിയാവിന് ബോധ്യമായി, എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ പേരല്ല പ്രസിദ്ധമാകേണ്ടത്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരല്ല പ്രസിദ്ധമാകേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ വംശത്തിൻ്റെ, എൻ്റെ ഗോത്രത്തിൻ്റെ പേരല്ല പ്രസിദ്ധമാകേണ്ടത്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ആ ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം എടുക്കത്തക്കവണ്ണമുള്ള പ്രാർത്ഥന, സെൽഫിഷ് അജണ്ടയുടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ എത്തത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സീലിങ്ങിന് മുകളിലോട്ട് ആ പ്രാർത്ഥന പോകത്തില്ല. പക്ഷെങ്കിൽ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിറഞ്ഞ വിശ്വാസത്തോടെ മാത്രമല്ല, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചുള്ള ഒരു പ്രാർത്ഥനയുമായിരിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനത്തെ പോയിന്റോട് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കട്ടെ. 5-ാമതായി ഞാൻ കാണുന്ന ഒരു കാര്യം 1 രാജാക്കന്മാർ 18-37 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നോക്കുക, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന്
ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരണമേ എന്ന് പറഞ്ഞു. നോക്കുക, അഞ്ചാമതായി ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സിംഗിൾ പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു പ്രധാന ലക്ഷ്യം, ഉദ്ദേശം ഉണ്ടായിരുന്നു. ജനത്തിൻ്റെ മടങ്ങിവരവ്. അവിടെ സെൽഫിഷ് അജണ്ട അല്ല, അവിടെ ജനത്തിൻ്റെ മടങ്ങിവരവ്. ഏലിയാവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. യാഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം ദൈവത്തിൻ്റെ നാമം ഉയരണം, ദൈവത്തിൻ്റെ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരണം. എത്ര മനോഹരമായ ഒരു അനുഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പലപ്പോഴും പല വിശ്വാസികൾക്കും പ്രാർത്ഥനക്കാർക്കും ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമ്മൾ കാണുന്നത്, ഒരു മനോഭാവമാണ് ഇവിടെ കാണുന്നത്. ഈ ജനമെല്ലാം ദൈവത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്, അകന്നു പോയിരിക്കുകയാണ്. ഈ ജനം നിങ്ങളിലേക്ക് മടങ്ങി വരണം. നമ്മൾ വായിക്കുന്നില്ലേ വിലാപങ്ങളുടെ പുസ്തകത്തിൽ, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരുമാറാക്കണമേ. അപ്പൊ അവിടെ മടങ്ങി വരവിന് ദൈവത്തിൻ്റെ ഒരു ഇനീഷ്യേഷൻ ഉണ്ടായിരിക്കണം. ദൈവം മടക്കി വരുത്തിയെങ്കിൽ മാത്രമേ ജനത്തിന് മടങ്ങി വരുവാൻ കഴിയുള്ളൂ. മുടിയനായ പുത്രന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അവൻ്റെ ഉള്ളിൽ ഒരു ബോധം വന്നിട്ട് അവൻ തങ്കിലേക്ക് തന്നെ വന്നിട്ട് അവൻ ചിന്തിപ്പാൻ തുടങ്ങി, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേക സേവകന്മാർ പോലും ഭക്ഷണം കഴിച്ച് അവരുടെ അധികം വരുന്നു, പക്ഷേ ഞാനോ പട്ടിണി കൊണ്ട് ഇവിടെ മരിക്കുന്നു. ആ ബോധം അവനുണ്ടായത് നമുക്ക് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു കൺവിക്ഷനാണ്. ദൈവജനമേ, ഇത് നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ജനത്തിന് ഒരു ബോധം, പാപബോധം ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിങ്കിൽ നിന്നും വരുന്ന ഒരു ബോധമായിരിക്കണം. ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ കൺവിക്ഷൻ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിലും തൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നിട്ട് ഞാൻ തീ ഇറക്കി എന്ന് കാണിക്കുവാൻ വേണ്ടിയല്ല ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ കുടുംബക്കാര്, എൻ്റെ വംശക്കാര്, എൻ്റെ സഭക്കാര് തീ ഇറക്കി എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയല്ല തൻ്റെ പ്രാർത്ഥന. ഈ ജനം തീ കണ്ടിട്ട് ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം, ജീവനുള്ള ദൈവം എന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ സേവിപ്പാൻ ജനത്തെ മടക്കി വരുത്തണം. എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ ഏലിയാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കുവാൻ ഇടയായി തീർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ പറഞ്ഞത്, ദൈവവുമായിട്ടുള്ള സ്ഥിരമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നന്നാക്കിയ ഒരു യാഗപീഠത്തിന്മേൽ വെച്ചുള്ള പ്രാർത്ഥനയാണ്. അവിടെ അതിനു മുമ്പിലുള്ള പ്രാർത്ഥനയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. മൂന്നാമത് ഞാൻ പറഞ്ഞത്, ഏലിയാവ് സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് നിറഞ്ഞ വിശ്വാസത്തോടെ, വെള്ളം ഒഴിച്ചാലും അതിന് പുറത്ത് തീ വീഴും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. നാലാമത് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പരമാധികാരം അതിനെ അംഗീകരിച്ചുകൊണ്ട്, ദ സുപ്രീമസി ഓഫ് ഗോഡ്, എന്ത് നടന്നാലും അത് ദൈവത്തിൻ്റെ അധികാരത്തിൽ നടക്കുന്നു എന്നുള്ള ബോധ്യത്തോടെയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. അഞ്ചാമതായി ഞാൻ പറഞ്ഞത്, ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഉദ്ദേശം, ഒരു പരമ ലക്ഷ്യമുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ജനത്തിൻ്റെ മടങ്ങിവരവ്. ഇന്ന് ജനത്തിന് ഒരു മടങ്ങിവരവ് ആവശ്യമുണ്ട്. ജനത്തിന് നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തിൽ ദൈവജനത്തിന് ഒരു മടങ്ങിവരവ് ആവശ്യമുണ്ട്. ഈ യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച ആ യിരെമ്യാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഏലിയാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, എങ്കിലും ഏലിയാവ് പ്രാർത്ഥിച്ചു. 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 5:17-18 അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്യാതിരിക്കേണ്ടതിന്. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവജനം വീണ്ടും പ്രാർത്ഥിക്കുന്നവരായിരിക്കട്ടെ. ഒരു പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഏലിയാവിന് പ്രാർത്ഥന കേട്ടപ്പോൾ തീ ഇറങ്ങി വന്നിട്ട് ആ യാഗപീഠത്തെ ദഹിപ്പിച്ചു, ആ വെള്ളവും വറ്റിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ മക്കളെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് നിറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരിക്കട്ടെ. മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചിട്ട്, ദൂരീകരിച്ചിട്ട്, സംശയങ്ങൾ ദൂരീകരിച്ചിട്ട്, യാഗപീഠമെല്ലാം നന്നാക്കിയിട്ട് ദൈവജനത്തിന്റെ മടങ്ങി വരവിനായിട്ട് ഞാൻ നിങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ദേശത്ത് ഒരു ഉണർവുണ്ടാകും, നമ്മുടെ സഭയിൽ ഒരു ഉണർവുണ്ടാകും,
നമ്മൾ പാർക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു ഉണർവുണ്ടായിട്ട് ചില ജനങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതിനും യഹോവ തന്നെ ദൈവമെന്ന് അവരുടെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് റെഡിയായിത്തീരും. വചനങ്ങൾ കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമയം തന്ന ഇതിന് ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹവന്ദനവും നന്ദിയും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.